പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എഫാത്ത കുടുംബം ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുന്നത് ദൈവിക രഹസ്യം ധിക്കരിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ മരിച്ചുപോയ പൂർവികരെ ഓർത്ത് ഒരു രക്ഷാകര ജപമാലയാണ് നമ്മൾ ചൊല്ലുന്നത്. ഒരു ചെറിയ പ്രാർത്ഥനയാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ സ്നേഹത്തോടുകൂടി ഓർത്ത് ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതൽ കിട്ടിയ അനേകം സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷമാണ് ഈ ഒരു പ്രാർത്ഥന ഇന്ന് നമുക്ക് ചാനലിലേക്ക് ഇട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല കുടുംബങ്ങളിലും ഞാൻ സന്ദർശിക്കുമ്പോൾ പൂർവികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തിരി സ്വത്തുക്കൾ, ഏക്കർ കണക്കിന് സ്ഥലം, വലിയ വീടുകൾ, പക്ഷേ സമാധാനമില്ലാത്ത ഒന്നോ രണ്ടോ പേര് ആ പെരയ്ക്കകത്ത് സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു മേഖലയാണ് കണ്ടുവരുന്നത്. സമ്പത്തുണ്ട് എങ്കിലും സമാധാനമില്ലാത്തൊരവസ്ഥ. പലരുടെയും സമാധാനം കെടുത്തിക്കൊണ്ട് അർഹതപ്പെട്ട സ്വത്ത് വീതം വെച്ച് കൊടുക്കാതെ കൈക്കലാക്കി മരിച്ചുപോയ പൂർവികരുടെ സ്വത്താണ് അവിടെയെല്ലാം. ആ മേഖലയിലേക്ക് ഒരു പരിശുദ്ധാത്മയുടെ ശക്തി വ്യാപരിക്കാനായിട്ട്, നീതിബോധത്തോടുകൂടി നീതിമാനായ ഔസേപ്പിതാവ് ഈ മേഖലയിലൊക്കെ ഒരു അഭിഷേകം നിറയാനായിട്ട്, ഇന്ന് ഈ രക്ഷാകര ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട്, നല്ലൊരു അനുതാപം നമുക്കുണ്ടാകാനായിട്ട്, പരസ്പരം സ്നേഹിക്കാനായിട്ട്, ഒന്ന് പങ്കിടാനായിട്ടുള്ള കൃപ നമുക്കൊക്കെ ഉണ്ടാകാനായിട്ട് ഈ രക്ഷാകര ജപമാലയിലൂടെ നമുക്കൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവികർ ചെയ്തു പോയ പാപങ്ങൾക്കൊരു പരിഹാരം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളും ഓരോരുത്തരും ആവർത്തിക്കുന്ന പല മേഖലകൾ, അർഹതപ്പെട്ട സ്വത്ത് കൊടുക്കാതെ, അർഹതപ്പെട്ട അവർ സ്ഥാനമാനങ്ങൾ കൊടുക്കാതെയൊക്കെ മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്ന വ്യക്തികൾ, അതേത് വേഷമണിഞ്ഞവരുമാകാം. സത്യസന്ധതയില്ലാത്തൊരു ജീവിതം, ഈ മേഖലയിലൊക്കെ ഒരു മാനസാന്തരം ഉണ്ടാകാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് അമ്മയിൽ നിറഞ്ഞ ആ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയാൻ ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. നമുക്ക് അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആദ്യ മാതാപിതാക്കൾ ചെയ്ത അനുസരണക്കേണ്ട ഫലമായി മാനവകുലത്തിന് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ വീണ്ടെടുക്കുവാനായി തൻ്റെ ഏകപുത്രനെ വാഗ്ദാനം ചെയ്യുന്ന അങ്ങയുടെ നിത്യ ഉടമ്പടിയെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ദൈവിക രഹസ്യം ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് ഈ ലോകരക്ഷകനെ ഈ ഭൂമിയിൽ പിറക്കാനുള്ള പിതാവായ ദൈവത്തിൻ്റെ ദൈവദൂത് ഗബ്രിയേൽ മാലാഖ വഴി പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പോൾ ദൂതൻ മറുപടി പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷത്തിൽ 1:37 നമുക്ക് കാണാം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധ അമ്മ മറുപടി പറയുവാണ്, മറിയം മറുപടി പറയുവാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അങ്ങനെ മറിയം ദൂതന് മറുപടി കൊടുത്തു. അനുസരണം വഴിയാണ് മറിയം രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച് അഭിഷേകമുള്ള നല്ലൊരു സ്ത്രീത്വ ഉടമയായത്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളാകുവാൻ ഞങ്ങൾ ഈ നിമിഷം തീരുമാനിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കുടുംബത്തിലും സന്യാസ സമൂഹ ജീവിതത്തിലും ഔദ്യോഗിക ജീവിത മേഖലയിലും സഭയിലും നമ്മൾ ഇടപെടുന്ന എല്ലാ വ്യക്തിബന്ധങ്ങളിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ നല്ലൊരു മനസ്താപത്തോടുകൂടി മാനസാന്തരപ്പെട്ടിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങൾക്കും രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാകാൻ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ, സമൂഹത്തെ രക്ഷിക്കാനൊക്കെ ഒരു കൃപ അമ്മ ഞങ്ങൾക്ക് വേണ്ടി, അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെപ്പോലെ അനുഗ്രഹപ്പെട്ട നല്ലൊരു അമ്മയാകുവാൻ, നല്ലൊരു ഭാര്യയാകുവാൻ, നല്ലൊരു വ്യക്തിയാകുവാനുള്ള കൃപ നമുക്ക് ലഭിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാണ്. നല്ലൊരു തീരുമാനമെടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്കിന്ന് നമ്മുടെ ഈ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ഈ വലിയ ദൈവിക രഹസ്യം മനസ്സിലാക്കാനുള്ള ദൈവകൃപ
നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ നിറയാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറകുടമായ അമ്മ, വചനത്തെ ഉദരത്തിൽ വഹിച്ച അമ്മ, അമ്മയ്ക്ക് പറ്റും നമ്മളെ അത്തരത്തിൽ മാറ്റിയെടുക്കാനായിട്ട്. നമ്മുടെ കുടുംബത്തിലും പരിശുദ്ധ കത്തോലിക്ക സഭയിലും ലോകം മുഴുവനിലും അനുഗ്രഹം ചൊരിയണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ പൂർവികരായി ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അവർ നല്ലപോലെ നല്ലൊരു മരണം പോലും കിട്ടാതെ നമ്മൾ നകന്നുപോയ എല്ലാ മക്കളെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ഈ ദൈവിക രഹസ്യം ധിക്കരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കളുടെ മേൽ ദൈവമേ കരുണയുണ്ടാകണം പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വീഴ്ചരണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വീഴ്ചരണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.